ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഹർജിയിൽ തിരുവനന്തപുരം ജില്ലാ കോടതി ഉടൻ വിധി പറയും. വിശദമായ വാദം പൂർത്തിയായതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. രണ്ടാമത്തെ കേസിന്റെ വിവരങ്ങളും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി സിജോ വി ജോൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സിജോ, എപ്പോഴായിരിക്കും കോടതിയിൽ ഇതിൽ വിധി പറയുക? ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, അതായത് വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിധി എപ്പോഴേക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? മറ്റു വിശദാംശങ്ങൾ. 12 മണിയോടെയാണ് ഇതിന്റെ വാദം പൂർത്തിയാകുന്നത്. അതിനുശേഷം 1 മണിക്കൂറിനകം വിധി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് 1 മണിക്കോടുകൂടി തന്നെ വിധി വരുമെന്നൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇതുവരെയും ഈ ബെഞ്ച് ചേർന്നിട്ടില്ല. ബെഞ്ച് ചേരുന്നേ ഉള്ളൂ. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ ബെഞ്ച് ചേർന്നിട്ട് വിധി പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഓർഡർ ആക്കി വേണമെങ്കിൽ ഇറക്കുകയും ചെയ്യാം. അത് എന്താണ് സംഭവിക്കുന്നത് സംബന്ധിച്ച് ജാമ്യ ഹർജി തള്ളി എന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു വിവരമാണ് വരുന്നത്. വിജിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് തള്ളിയിരിക്കുന്നത്? സിജോ, ജാമ്യ ഹർജി തള്ളിയതിലെ കൂടുതൽ വിശദീകരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും നിർണായകമായ വിവരം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന പരാതിയിൽ പെൺകുട്ടി നൽകിയ പരാതിയിൽ അതിൽ മുൻകൂർ ജാമ്യം നൽകണമെന്ന ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരം കോടതിയിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി രാഹുലിന് രക്ഷയില്ല. രാഹുലിനായി കൂടുതൽ ബലവിരിച്ചിരിക്കുന്ന പോലീസ് രാഹുലിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ള വിശദാംശങ്ങൾ വിവരങ്ങൾ ഒക്കെയാണ് നിലവിലിപ്പോൾ പുറത്തുവരിക. എന്നാലും കോടതി 2 ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദത്തിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ജാമ്യ ഹർജി തള്ളാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ രേഖകൾ, പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ ഉൾപ്പെടെ പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തുടർച്ചയായ വാദങ്ങൾ, ഒപ്പം തന്നെ രേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യം, കൂടുതൽ രേഖകൾ നൽകണം എന്ന ആവശ്യം, അതെല്ലാം പരിഗണിച്ച് അതെല്ലാം വീണ്ടും പരിശോധിച്ച് ഏറ്റവും അവസാനം ജഡ്ജ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി നിലവിൽ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഭാഗം ആവർത്തിച്ചാവശ്യപ്പെട്ടത് ഈ ജാമ്യം നൽകണം, അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇന്ന് രാവിലെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഒരു ഉപഹർജി കൂടി നൽകുകയും ചെയ്തു. ആ 2 ഹർജികളും തള്ളിയിരിക്കുന്നു കോടതി എന്നാണ്. അറസ്റ്റും ഒപ്പം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയും തള്ളി രാഹുലിനെ അറസ്റ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് ആണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രതിഭാഗം വാദിച്ചത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണിത്. ഈ പരാതിക്കാരിക്ക് സർക്കാരുമായി ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പരാതി നൽകിയത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ വനിതാ സെല്ലുമായൊക്കെ ബന്ധമുള്ള ആളാണ് ഈ പരാതിക്കാരി. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ CPM-ന്റെയും ഒപ്പം തന്നെ BJP-യുടെയും ഗൂഢാലോചനയുടെ ഭാഗമാണ് കേസ് എന്നുള്ളതായിരുന്നു നിലവിൽ പ്രതിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത്. അറസ്റ്റ് തടയാനാവില്ല എന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രാഥമികമായി തെളിവുകളുണ്ട്. രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ചതിന് തെളിവുകളുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയാണ് കോടതിയുടെ നിർണായകമായ വിധി പ്രസ്താവം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വൻ തിരിച്ചടി തന്നെ നൽകുന്നതാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ വിധി പ്രസ്താവം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നേയുള്ളൂ. ജാമ്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയിരിക്കുന്നു. ജാമ്യം നൽകാൻ കഴിയില്ല, ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത് എന്ന് രേഖകളിൽ നിന്ന്, മൊഴികളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ എല്ലാ നടപടികളും, ആ നടപടികൾ ഒരു കുറ്റക്കാരൻ്റേത് ആണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് കോടതി നിലവിൽ എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള വിധി പ്രസ്താവമാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രോസിക്യൂഷൻ വാദിച്ചത് എല്ലാത്തിനും തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. പെൺകുട്ടി ക്രൂരമായി ഈ ഗർഭചിത്രം നടത്തപ്പെടുന്നതിന് അതിനുശേഷം രക്തസ്രാവമുണ്ടായി മരിക്കുന്ന നിലയിലേക്ക് പോലും എത്തുന്ന സ്ഥിതിയിലേക്ക് എത്താവുന്ന തരത്തിൽ ആണ് ഈ രക്തസ്രാവം സംഭവിച്ചത്. ഒരു കാരണവശാലും 3 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ കൊന്നുകളയാൻ പാടില്ല. അതിന് ഡോക്ടറുടെ സാമീപ്യം പോലും ഇല്ലാതെ മരുന്ന് നൽകുന്നു. അങ്ങനെ ആ ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ മരുന്ന് കഴിച്ചതിന് ശേഷം പെൺകുട്ടി പൂർണ്ണമായും അവശയാകുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുത്, മുൻകൂർ ജാമ്യം നൽകരുത് എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞത്.